സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അടുത്ത മറ്റൊരു സഭയാണ് സർദീസ്. ആ സഭയോട് എന്താണ് പറഞ്ഞത്? 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേർ ഉണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഇന്നുള്ള ക്രിസ്ത്യ സഭകൾ ഉറങ്ങുകയാണ്, കോമാ സ്റ്റേജിലാകുന്നു. ആത്മാഭാരം ഇല്ല. സകല ലോകത്തിലും ചെന്ന് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്ന വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല. നശിച്ചു പോകുന്നവരെ തിരിഞ്ഞ് രക്ഷിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം ഓർക്കുന്നില്ല. സഭയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് എല്ലാ വ്യക്തികളോടും അറിയിക്കുന്നതാണ്, ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുന്നതാണ്. ജീവനുള്ളവൻ എന്ന പേർ നിനക്കുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. മരിച്ചവനാണ്. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതായ ആളുകൾ. എങ്ങനെയാണ്? കർത്താവേ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, കർത്താവേ നിനക്ക് നന്ദി കരേറ്റുന്നു, കർത്താവേ. അവർ പാട്ടുപാടും, ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും. എന്തൊരു ഭക്തിയാണത്! പാട്ടുപാടുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ പാട്ടുപാടണം. പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. എന്നാൽ ഇന്ന് ചടങ്ങിന് വേണ്ടിയുള്ള ഭക്തിയാണ്. ജീവിക്കുന്നവൻ എന്ന പേര് മാത്രമേ നിനക്കുള്ളൂ, എന്നാൽ നീ മരിച്ചവനാണ്. പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? രാവിലെ എഴുന്നേറ്റാലുടൻ യേശുവേ, രാത്രി മുഴുവൻ സുഖമായിട്ടിറങ്ങി നന്ദി കരയിട്ടുന്നപ്പ ആമേൻ. അതാണോ പ്രാർത്ഥന? അതാണോ പ്രാർത്ഥന? അതല്ല. ഞങ്ങൾ ചോറ് കഴിക്കും മുമ്പും പ്രാർത്ഥിക്കാറുണ്ട്. ചോറ് തന്നതിനായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു, ആമേൻ. ആമേൻ പറയുന്നതിന് മുമ്പ് തന്നെ ചോറ് കത്തുപോകും. ചിലർ രാത്രിയിലാണ് പ്രാർത്ഥിക്കുന്നത്. കട്ടിലിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് മുഴുവൻ കൂടിയിരുന്നതിനായിട്ട് നന്ദി കരറ്റുന്നപ്പ, ഒരു പിശാചി ഞങ്ങളെ തൊടാതെ, ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടാകാതെ, ഇന്ന് രാത്രി മുഴുവൻ പോലീസിനെ പോലെ ഞങ്ങളെ കാവൽ ചെയ്യണമേ, നല്ല ഉറക്കം തരണമേ, ആമേൻ. പോലീസുകാരെ പോലെ എന്ന് പറയത്തില്ല, എന്നാൽ ഞങ്ങളുടെ കട്ടിന് ചുറ്റും കാവൽ ചെയ്യണമേ എന്ന് പറഞ്ഞ് ആമേൻ എന്ന് പറയും. എന്താണ്? ഇതാണോ പ്രാർത്ഥന? ഇതാണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥന? ഞായറാഴ്ച സഭയിൽ പോവുക, അവിടെ ചെന്ന് കുറച്ചു നേരം ഇരിക്കുക, സ്തോത്ര കാഴ്ചയിടുക, ദൈവദാസൻ പറയുന്ന കുറിച്ച് കേൾക്കുക, പിന്നെ വീട്ടിൽ വന്നിട്ട് വീണ്ടും സിനിമയ്ക്ക് പോവുക. അതാണോ ഭക്തി? ഇതെന്തൊരു ഭക്തിയാണ്? ആചാരഭക്തിയാണ്, ചടങ്ങായിരിക്കുന്ന ഭക്തി. ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ നാമമാത്രമായ സ്ഥിതിയിലേക്ക് വീണുപോയിരിക്കുന്നു. പേരുകൊണ്ട് ക്രിസ്ത്യാനി, അത്രമാത്രം. നെയ്ക്കുമ്പളങ്ങ എന്ന് കേട്ടപ്പോൾ ഒരു സ്ത്രീ, അവർ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്, അവർക്കറിയില്ലായിരുന്നു. അവർ ഈ കുമ്പളങ്ങ വാങ്ങിട്ട് അതിൽ നിന്ന് നെയ്യ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അത് മുറിച്ച് കുപ്പിയിൽ ഒഴിക്കാൻ നോക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് കിട്ടുന്നത്? അതിന്റെ പേരാണ് നെയ്ക്കുമ്പളങ്ങ. അതിൽ നെയ്യുണ്ടായിരിക്കുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥയും. ക്രിസ്ത്യാനി എന്ന പേര് മാത്രമേ ഉള്ളൂ, എന്നാൽ ക്രിസ്ത്യാനിത്വം അല്പമെങ്കിലും ഉണ്ടോ?
മറ്റുള്ള ആളുകൾക്കും നിനക്കും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവർ കള്ളം പറയുന്നു, നീയും കള്ളം പറയുന്നു. അവൻ സിനിമയ്ക്ക് പോകുന്നു, നീയും സിനിമയ്ക്ക് പോകുന്നു. അവൻ ചാരായം കുടിക്കുന്നു, നീയും ചാരായം കുടിക്കുന്നു. അവൻ വഴക്കുണ്ടാക്കുന്നു, നീയും വഴക്കുണ്ടാക്കുന്നു. അവൻ കൈക്കൂലി വാങ്ങുന്നു, നീയും കൈക്കൂലി വാങ്ങുന്നു. അവൻ പലിശയ്ക്ക് കൊടുക്കുന്നു, നീയും പലിശയ്ക്ക് കൊടുക്കുന്നു. പിന്നെന്താണ് വ്യത്യാസം? പുറമേ ക്രിസ്ത്യാനി എന്ന് പറയുന്നു. അതെന്താണ്? ഒരു ദിവസം ഞാനൊരു ഇൻസ്പെക്ടറിന്റെ അടുക്കൽ സാക്ഷി പറയാൻ വേണ്ടി പോകാനിടയായി. യേശു യഥാർത്ഥ ദൈവമാണ്, അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്ന് നിൽക്ക്. പോലീസുകാരന് പറഞ്ഞ പ്രതികളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി രാത്രിയിൽ പിടിച്ച 4 കള്ളന്മാരെ കൊണ്ട് നിർത്തി പേര് പറയാൻ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു യോസേഫ്, ഒരുത്തൻ പറഞ്ഞു മത്തായി, ഒരുത്തൻ പറഞ്ഞു യോഹന്നാൻ എന്ന്. ഇവന്മാരിന്നലെ മോഷണം ചെയ്തിട്ട് രാത്രിയിൽ പിടിക്കപ്പെട്ടതായ ആളുകളാണ്. ആദ്യം ഇവരെ പറഞ്ഞ് നന്നാക്കുക, അത് കഴിഞ്ഞ് എന്നോട് പറയൂ എന്ന് പറഞ്ഞു. നീ നിമിത്തമാണല്ലോ അന്യജാതികളുടെ മധ്യയിൽ എൻ്റെ പേര് നിന്ദിക്കപ്പെടുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരിൽ ആ പ്രത്യേകത കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തി കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്തിനു വേണ്ടിയാണ്? ജീവിക്കുന്നവനെന്ന പേരുണ്ട്, വിശ്വസിക്കുന്നവനെന്ന് പേരുണ്ട്. എനിക്ക് ഒരുപാട് ദൈവം അത്ഭുതം ചെയ്തതെന്ന് സാക്ഷ്യമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജീവിതം മാറുന്നില്ല, മനസ്സ് മാറുന്നില്ല, പെരുമാറ്റങ്ങൾ മാറുന്നില്ല. ഞാൻ വേഗം വരികയാണ്, നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഫിലദെൽഫിയയിലെ സഭയോട് പറഞ്ഞു, 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. നിനക്ക് ശക്തി അല്പമേ ഉണ്ടായിരുന്നുവെങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു. ദേവദാസനെ പിടിച്ചതുകൊണ്ട് കാര്യമില്ല, സഭയെ പിടിച്ചതുകൊണ്ട് പ്രയോജനമില്ല, സ്വന്തക്കാരെ പിടിച്ചതുകൊണ്ട് കാര്യമില്ല. എന്താണ് പിടിക്കേണ്ടത്? വചനത്തെ പിടിക്കേണ്ടതാണ്. നീ എൻ്റെ വചനത്തെ കാക്കുവാനിടയായി. എന്താണ് കാത്തത്? വചനം കാത്തു സൂക്ഷിച്ചു. ഈ മീറ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 32 വർഷങ്ങൾക്ക് മുമ്പ് വചനത്തെ പിടിച്ചുകൊണ്ട്, വാഗ്ദാനം പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ദൈവവേല ചെയ്യുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ കാൽവരി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്ന പേരിൽ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരിയിൽ കാപ്പവാരം എന്നതായ ഒരു ചെറിയ ഗ്രാമത്തിൽ കാൽവരി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്ന ശുശ്രൂഷ ആരംഭിച്ചു. ആ ഗ്രാമത്തിൽ ഞാൻ ആയിരുന്നതായ സമയത്ത്, മദ്രാസിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നതായ സമയത്ത് എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഇതെന്തൊരു പ്രമോഷനാണ് ദൈവമേ! 10 വർഷങ്ങളോളം പലവിധമായ ശുശ്രൂഷകൾ ചെയ്തു, ബൈബിൾ ട്രെയിനിങ് പൂർത്തിയാക്കി, ലണ്ടനിലോ ബ്രിട്ടനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പട്ടണത്തിൽ ചെന്നിട്ട് വലിയൊരു ചർച്ചിൽ ശുശ്രൂഷ ചെയ്യേണ്ട ഞാൻ എന്തുകൊണ്ടാണ് ഈ കാപ്പവാരം എന്ന ഗ്രാമത്തിൽ വന്നിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ നല്ലൊരു മാർക്കറ്റില്ല, ഒരു ചായക്കടയില്ല, ഒരു സ്റ്റുഡൻ്റ് ഇല്ല, നല്ലൊരു ഓഫീസർ പോലും അവിടെയില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഈ ഗ്രാമത്തിൽ തുടങ്ങിയിട്ട് എന്താണ്? കൽവരി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് കർത്താവേ? യഹോവയായിരിക്കുന്ന ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യഹോവ നിന്നെ മഹത്വപ്പെടുത്തുന്നത് കാണുമ്പോൾ നിന്നെ അറിയാത്ത ജനം നിന്റെ അടുക്കലേക്ക് ഓടിവരും എന്നുള്ള വാഗ്ദത്തം ദൈവം നൽകി. ആ വാഗ്ദത്തം ഞാൻ പിടിക്കുവാനിടയായി. ഞാനൊരു കുടിലിലാണ് താമസിച്ചത്. എനിക്ക് വീടുണ്ട് കാക്കനാടിൽ, അതുപോലെ എൻ്റെ ഭാര്യയ്ക്കും നല്ല വീടൊക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് ദൈവം വിളിച്ച അതേ സ്ഥലത്ത് തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. ആ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ചു. 25 രൂപ കൊടുത്ത് വാടകയ്ക്കെടുത്തതായ വീട്ടിൽ ഞാൻ ഇരുന്ന് ദൈവവചനം പിടിച്ചു. എന്താണ് ഞാൻ പിടിച്ചത്? ദൈവത്തിൻ്റെ വാഗ്ദത്തം പിടിക്കാനിടയായി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ വരുമായിരുന്നു ആരാധനയ്ക്ക്. ആ സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞിട്ട് 15-ാമത്തെ ദിവസമാണ് ഞാനിവിടെ ദൈവവേല ആരംഭിച്ചത്. ഞങ്ങളുടെ ഹണിമൂൺ കാലഘട്ടമായിരുന്നു അത്. ഞാനവിടെ നിന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ആ ദേശം അത്ര പരിചയമില്ല. ഞാൻ ജനിച്ചത് വേറെ സ്ഥലത്തായിരുന്നു. ബലാലിലാണ് ജനിച്ചത്. അതിനുശേഷം കാക്കനാടിൽ വളർന്നു. PR കോളേജിൽ പഠിച്ച ശേഷം മദ്രാസിലേക്ക് പോകാനിടയായി. ഭാഷ പോലും ഞാൻ മറന്നുപോയിരിക്കുന്നു. പകുതി തെലുങ്കും പകുതി തമിഴുമാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തിനാണ് കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഞാൻ എന്നേ പറഞ്ഞതാണ് ജനങ്ങൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നുവെന്ന്. ഇപ്പോൾ ജനത്തിന് സാക്ഷിയായി നിയമിച്ചിരിക്കുന്നു. നിന്നെ അറിയാത്ത ജനം നിന്റെ അടുക്കൽ വരുവാനിടയാകും. ആ വാഗ്ദാനം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. 3 മാസം 6 മാസത്തിനുള്ളിൽ
ഈ പശ്ചിമ ഈസ്റ്റ് ഗോദാവരിയിൽ എല്ലായിടത്തും കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകുവാനിടയായി. അവയെല്ലാം വിവരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇനി വേണ്ടിവരും. ഇതാണ് ദൈവത്തിന്റെ സേവയെന്ന് നാം വിചാരിക്കുന്നത്. ആരെങ്കിലും മല കാണാത്ത ഒരു വ്യക്തി ചെറിയൊരു കല്ല് കണ്ടിട്ട് പറയും ഇതായിരിക്കും മലയെന്ന്. മല കാണാത്ത ഒരു വ്യക്തി ചെറിയൊരു കുന്ന് കണ്ടാൽ പറയും അയ്യോ എന്തൊരു വലിയ കുന്നാണിത് എന്ന് പറയും. എന്നാൽ ഹിമാലയ പർവ്വതത്തെക്കുറിച്ച് അവൻ അറിയാൻ കഴിയുമോ? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചെറിയ ചെറിയ നന്മകൾ കണ്ടിട്ട് നാം വിചാരിക്കും ഇത് വലിയ നന്മയാകുന്നു. എന്നാൽ അങ്ങനെയല്ല, ദൈവം വലിയ നന്മകൾ ചെയ്യുന്നവനാണ്. അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് ഗോദാവരി മാത്രമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അന്ന് TV പ്രോഗ്രാമോ റേഡിയോ പ്രോഗ്രാമോ ഒന്നും ഇല്ലല്ലോ. എന്നാൽ പടിപടിയായിട്ട് ദൈവം എന്നെ നോക്കൂ. ഇത്രയും ആളുകൾ നിങ്ങൾ വന്നിരിക്കുന്നുവെങ്കിൽ അത് വാക്കാണ്, ദൈവം നൽകിയതായ വാക്കാണ്. നിങ്ങൾക്കാർക്കെങ്കിലും കൂൾ ഡ്രിങ്ക്സ് തന്നിട്ടുണ്ടോ? പൈസ തന്നിട്ടുണ്ടോ? ഓട്ടോ കാശ് തന്നിട്ടുണ്ടോ? ദൈവദാസന്മാർ നിങ്ങൾക്ക് സാരി വാങ്ങി തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബൊക്ക തന്നിട്ടുണ്ടോ? എന്തെങ്കിലും മൊമെന്റമോ എന്തെങ്കിലും ട്രോഫിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആൾക്കാരെ കൊണ്ടുവന്നാൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ്? ദൈവം വിശ്വസ്തനായ ദൈവമാകുന്നു. വിശ്വസ്തനായ ഒരു ദൈവം എനിക്കുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പാസ്റ്റർമാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്നെയും വിശ്വസിക്കരുത്, നിങ്ങൾ വഞ്ചിതരായേക്കാം. എന്നെ വിശ്വസിക്കരുത്, യേശുവിൽ വിശ്വസിക്കുക. എൻ്റെ പണി നിങ്ങളെ യേശുവിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം കാണിച്ചു തരികയാണ്, അല്ലാതെ ഇടയ്ക്ക് മധ്യവർത്തിയായി നിന്നിട്ടുകൊണ്ട് കമ്മീഷൻ വാങ്ങാനല്ല. എന്താണ്? ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രമാണ്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ അരികിലേക്ക് പോകാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. എത്ര പേർക്ക് പുതുവർഷത്തിൽ വാഗ്ദത്ത വചനം കിട്ടി പറയുക? അത് കാണാതെ പറയാൻ കഴിയാമോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വചനങ്ങൾ കർത്താവിന് മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? വാഗ്ദത്തം ചെക്ക് പോലെയാകുന്നു. അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷാക്കി മാറ്റണം. ആ വാഗ്ദത്ത വചനങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ ഇത് നിറവേറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആ വാഗ്ദത്തം നിറവേറിക്കൊണ്ടേയിരിക്കും. മുറുകെ പിടിക്കുക. നിനക്ക് ലഭിച്ചതിനെ മുറുകെ പിടിക്കുക. ഞാൻ വരുന്നു. നിന്റെ മുൻപിൽ ഞാൻ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നിനക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തെ ലോകം മുഴുവനും വ്യാപിപ്പിക്കൂ. വരാൻ പോകുന്ന പരീക്ഷാ സമയത്ത് ഞാൻ നിങ്ങളെ കാക്കും. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശുക്രിസ്തു വരാൻ പോകുന്നു. സർവ്വലോകത്തിനും മഹാകഷ്ടം വരുവാൻ പോകുന്നു. ലോകക്കാരെല്ലാവരും തന്നെ മാറത്തടിച്ച് നിലവിളിക്കുന്ന ദിവസം വരാൻ പോകുന്നു. പഞ്ചഭൂതങ്ങൾ മഹാമുഴുക്കത്തോടുകൂടി ഒഴിഞ്ഞു പോകുന്ന ദിവസം വരാൻ പോകുന്നു. ആ സമയത്ത് നീ കാത്തു രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതായ സഭയിൽ നീയും ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്റെ രക്ഷയുടെ സന്തോഷത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവത്തിന്റെ വചനങ്ങളെ വിശ്വസിക്കുക. നിന്റെ മനസ്സാക്ഷിയെ നീ സൂക്ഷിച്ചുകൊള്ളുക. ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കൂ. ദൈവദാസന്മാരാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. എന്താണ്? ദൈവദാസന്മാരാണെങ്കിലും കുറെ പണവും വലിയ സഭയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിശ്വാസികളോട് പഴയ പോലെ അത്രമാത്രം ശ്രദ്ധ കാണില്ല. എനിക്കതുകൊണ്ട് വളരെ ഭയമാണ് ഈ വിഷയത്തെക്കുറിച്ച്. വലിയ പാസ്റ്ററാണെന്ന് എന്നോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാനത് കേൾക്കുമ്പോൾ ഭയപ്പെടും. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികമാക്കും. അധികത്തിൽ വിശ്വസ്തനായിരുന്നില്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെടും. ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, നിന്റെ കിരീടം ആരും തട്ടിയെടുക്കാതിരിക്കാൻ ജാഗ്രതയോടെ ആയിരിക്കാ, ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. ലവോദിക്യ സഭ ആ സഭയിൽ ധനമുള്ള സഭയാണ്. ഈ കാലത്ത് യേശുവിൽ വിശ്വസിക്കുന്ന അനേകം ആളുകൾ ധനവാന്മാരാകുന്നുണ്ട്. ഹല്ലേലൂയ. അനേകം പാസ്റ്റേഴ്സ് ധനവാന്മാരാകുന്നു. ഹല്ലേലൂയ. എന്നാൽ നിന്റെ ധനം നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കരുത്. നിന്റെ ധനം നിന്റെ ദൈവത്തിൽ പ്രത്യാശയില്ലാത്തവനായി നിന്നെ വഴിതെറ്റിക്കരുത്. നിന്റെ കണ്ണ് നിന്റെ ധനത്തിന്മേൽ വയ്ക്കുവാൻ പാടില്ല. അബ്രഹാം ധനവാനായിരുന്നു. ഒരുപാട് സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവനതിൽ ശ്രദ്ധ വെച്ചില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതായ പട്ടണത്തിനു വേണ്ടി കാത്തിരുന്നുകൊണ്ട് അവന്റെ കൂടാരത്തിൽ വസിക്കുകയാണ് ചെയ്തത്. ധനത്തിൽ അവൻ ശ്രദ്ധ വെച്ചില്ല. അതായിരുന്നു അവന്റെ സ്വഭാവം. വെള്ളിയിലും പൊന്നിലും അവൻ ആശ്രയം വയ്ക്കാനിടയായില്ല. യോബ്
വലിയ ധനവാനായിരുന്നു, എന്നാൽ നീതിയോടെ നിഷ്കളങ്കതയോടെ ജീവിച്ചു. ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തോട് വിശ്വസ്തത കാണിച്ചു. ധനമുണ്ടായിരുന്നപ്പോഴും ദൈവത്തെ സ്നേഹിച്ചു, ധനം പോയപ്പോഴും ദൈവത്തെ സ്നേഹിച്ചു. ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ കർത്താവിനെ സ്തുതിച്ചു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കർത്താവിനെ സ്തുതിച്ചു. സന്തോഷമുണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും കഷ്ടത വരുമ്പോൾ കുറ്റം പറയുകയും ചെയ്യുകയാണോ? ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ അനേകം ആളുകൾ, ദൈവിക നന്മകൾ പ്രാപിച്ച ഒരുപാട് ആളുകൾ ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ബാക്കിയുള്ളവരെ ദൈവം അനുഗ്രഹിച്ചിട്ടില്ലേ? ദൈവം എനിക്കെല്ലാം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആലോചിച്ച് പറയുക. എല്ലാം നൽകിയിരിക്കുന്നതായ കർത്താവിന് നീ എന്താണ് കൊടുത്തത്? 10 രൂപയുടെ നോട്ടാണോ? നീ സ്തോത്രകാശ് കൊടുക്കുക എന്നത് അതൊരു അടയാളമാണ്. എന്നാൽ നിന്റെ പണമല്ല ദൈവം നോക്കുന്നത്, നിന്റെ മനസ്സാണ് നോക്കുന്നത്. നീ എത്ര കൊടുത്തു എന്നതല്ല നോക്കുന്നത്, നീ ഏതു മനസ്സോടെയാണ് കൊടുത്തത്. ഒരുത്തൻ സ്തോത്രാഴ്ച കൊടുക്കാൻ നേരത്തെ പോക്കറ്റിൽ കൈയിട്ട് 1 രൂപ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു കോയിൻ കിട്ടി, പെട്ടെന്ന് എടുത്ത് സ്തോത്രകാഴ്ച ഇട്ടു. എന്നാൽ വീട്ടിൽ ചെന്ന് നോക്കിയതായ സമയത്താണ് മനസ്സിലായത് 10 രൂപയുടെ കോയിനാണെന്ന് പുതിയതായിട്ട് വന്നത്. അപ്പോൾ വിചാരിച്ചു, അയ്യോ എന്താണ് ചെയ്യേണ്ടത്? കുഴപ്പമില്ല, ദൈവത്തിനല്ലേ കൊടുത്തത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ എത്രയാണ് കൊടുത്തത്? 10 രൂപയാണോ? അവൻ എന്താണ് മനസ്സിൽ വിചാരിച്ചത്? 1 രൂപ. അതുകൊണ്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്? 1 രൂപ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അനേകം ആളുകൾ ഈ കാലത്ത് 100 രൂപ വരുമാനം ഉണ്ടായിരിക്കുമ്പോൾ ദശാംശം കറക്റ്റായിട്ട് കൊടുക്കും. 1,00,000 രൂപയായിരിക്കുന്നതായ സമയത്ത് 10,000 രൂപ ദശാംശം കൊടുക്കണമോ? ഒരാൾ വന്ന് പാസ്റ്ററോട് പറയുകയാണ്, ബ്രദർ 10,000 രൂപ ദശാംശം നൽകുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകുന്നെന്ന്. ശരി ബ്രദർ, 100 രൂപ ദശാംശം നൽകുന്ന രീതിയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്താണ് ഈ കാലത്ത് പണം നിന്റെ കയ്യിൽ വന്നതിന് ശേഷം ദൈവവേലയ്ക്ക് കൊടുക്കാൻ മടി കാണിക്കുന്ന ഒരു സഹോദരി 1 വർഷത്തെ പണമെല്ലാം കൂട്ടിവെച്ചിട്ട് സഭയിൽ ഒരു ഫാൻ വാങ്ങിച്ചിട്ടിട്ട് മൂപ്പനോട് പറയുകയാണ്, ഫാൻ ഓൺ ചെയ്യ്. അവർ അതിൻ്റെ കീഴിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. ആരെങ്കിലും അവിടെ ഇരുന്നാൽ എഴുന്നേൽക്ക്, ഇത് ഞാൻ വാങ്ങിച്ച ഫാനാ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അവിടെ ഇരിക്കും. ഫാൻ കറങ്ങുമ്പോൾ പറയാതെ ഞാൻ വാങ്ങിച്ചിട്ട ഫാനാണെന്ന്. ദശാംശം ദൈവത്തിൻ്റെ അവകാശമാണ്, അത് ദൈവത്തിന് തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക, അല്ലാതെ നിങ്ങളുടെ പേരിന് വേണ്ടിയല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. എനിക്കൊരു കുറവുമില്ല, എനിക്ക് ആവശ്യമായ പണമുണ്ട്, പാസ്റ്റർ വരുമ്പോൾ 10 രൂപ കൊടുത്താൽ മതി, നാം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ഒരു സഹോദരൻ പറയാണ്ടിയായി. പാസ്റ്റർ വരുമ്പോൾ 10 രൂപ കൊടുത്താൽ പോരെ, നാം എന്തിനാണ് അങ്ങോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞ് പാസ്റ്ററിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനാണ് നോക്കുന്നത്. പാസ്റ്ററിനെ വിൽക്കുകയാണ്. അങ്ങനെയുള്ള ദേവദാസന്മാരുമുണ്ട്. എത്ര ഭയങ്കരമാണ്. വീട്ടിൽ വരികയാണെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം ഒരിക്കലും പോവുകയില്ല. ദേവദാസ പ്രാർത്ഥിക്കണം, രോഗത്തിൽ കിടക്കയിലായിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് കുടിലാണെങ്കിലും ഞാൻ വരും, എൻ്റെ സ്വന്തം ചിലവിൽ ഞാൻ വരും. യഥാർത്ഥമായ ദൈവവേല കണ്ണുനീരോടെ ചെയ്യുന്നതാണ്, സ്നേഹത്തോടെ ചെയ്യുന്നതാണ്, പണത്തിനു വേണ്ടി ചെയ്യുന്നതല്ല. യഥാർത്ഥമായ വിശ്വാസി തൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ മേലാണ് വയ്ക്കേണ്ടത്. ധനം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ മറക്കുന്നതല്ല. എന്താണ് പറയുന്നത്? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയായികയാൽ ലവോദിക്യ സഭയോട് കർത്താവ് പറയുകയാണ്. സഭ എന്താണ് പറയുക? ഞാൻ ധനവാനാണ്, എനിക്കൊന്നിനും കുറവില്ല. ദൈവം നിന്നെ സ്നേഹിച്ച് ധനം നൽകിയാൽ, നിന്നെ സ്നേഹിച്ച് ദൈവം നല്ല ആരോഗ്യം നൽകിയാൽ, നല്ല ആരോഗ്യമുള്ള മക്കളെ നിനക്ക് നൽകിയാൽ, ദൈവം സ്നേഹിച്ചിട്ട് നിന്റെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചാൽ, എല്ലാ അനുഗ്രഹങ്ങളും നേടിയതിനു ശേഷം ആലയത്തിൽ വരുവാൻ സമയമില്ല, ആരാധനയ്ക്ക് വരുവാൻ സമയമില്ല, ബിസിനസ് വർദ്ധിച്ചിരിക്കുന്നു, സമയമില്ല. എത്രയോ വിശ്വാസികൾ ഇന്ന് അങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. ചെറിയ വരുമാനം ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചു, ആരാധിച്ചു. എന്നാൽ ഇന്ന് ബിസിനസ് വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ ചിലർക്ക് ജോലി കൂടിയിട്ട് എന്താണ് ബ്രദർ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് എന്നോട് ചോദിക്കും. ഒരു സഹോദരൻ പറഞ്ഞു, പണികൾ ഒരുപാടുണ്ട്, ഞാൻ എങ്ങനെയാണ് വരേണ്ടതെന്ന് എന്നോട് ചോദിക്കുകയാണ്. പണിയില്ലാതിരിക്കണമെന്നാണോ? കൂടുതൽ നൽകപ്പെട്ടവനിൽ നിന്ന് ദൈവം കൂടുതൽ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നീ കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണം. ഒരു സഹോദരൻ പറയുകയാണ്, കർത്താവേ നീ എന്നെ ഒരുപാട് അനുഗ്രഹിക്കാനിടയായി, നന്ദിയുള്ള ഹൃദയം നൽകണമേ എന്ന്. എന്താണ് പറയേണ്ടത്? എത്രയോ അനുഗ്രഹിച്ചതായ കർത്താവേ, കൃതജ്ഞതയുള്ളതായ ഹൃദയം നൽകണമേ.
ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. എന്നാൽ നന്ദിയുള്ളതായൊരു ഹൃദയം നിനക്കുണ്ടോ? എല്ലാം നൽകിയിരിക്കുന്ന ദൈവത്തിന് എൻ്റെ മനസ്സ് കൊടുക്കണം, എൻ്റെ സമയം കൊടുക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രധാനമായ സ്ഥാനം കൊടുക്കണം എന്നത് മറന്നുകൊണ്ട് ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ നീ ദൗർഭാഗ്യവാനും നീ അരിഷ്ടനുമാകുന്നു. നീ ദരിദ്രനും നീ നഗ്നനുമാകുന്നു. നിനക്കെത്ര പണമുണ്ടെങ്കിലും യേശുക്രിസ്തു നിന്നിലില്ല എങ്കിൽ, നീ എത്ര പോപ്പുലർ ആണെങ്കിലും എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഇല്ല എങ്കിൽ നീ സീറോയാണ്. നിന്റെ ജീവിതം ശൂന്യമാണ്. ഈ ദിവസം യേശു ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് മതി. എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും ക്രിസ്തു ഇല്ലാത്തവൻ സീറോയാണ്. നമ്മളെല്ലാവരും ആരാണ്? നമ്മളെല്ലാവരും ആരാണ്? പൂജ്യങ്ങൾ. 100 പൂജ്യത്തിന് എത്രയാണ് വില? 1000 പൂജ്യത്തിന് എത്ര വിലയാണ്? നോക്കൂ, 10,000 പൂജ്യങ്ങൾ മീറ്റിങ്ങിന് വന്നു. എത്രയാണ്? 10,000 പൂജ്യങ്ങൾ എത്രയാണ്? പൂജ്യമാണ്. വ്യത്യാസം എന്താണ്? പാസ്റ്റർ വലിയ പൂജ്യവും നീ ചെറിയ പൂജ്യവും. വലിയ പൂജ്യവും ചെറിയ പൂജ്യവും എല്ലാ പൂജ്യവും ചേർന്ന് എത്രയാണ്? പൂജ്യം തന്നെയാണ്. എന്നാൽ ആ പൂജ്യത്തിന്റെ വശത്ത് ഒന്നിടുക. 1 എത്രയാണ്? 10,000 പൂജ്യങ്ങളുടെ വശത്ത് 1 എഴുതിയാൽ എത്രയാണ്? ആ 1 ക്രിസ്തുവാണ്. ക്രിസ്തു ഇല്ല എങ്കിൽ നാം എല്ലാവരും പൂജ്യങ്ങളാണ്. ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലയുണ്ട്. ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലയുണ്ട്. അവൻ കൂടെയില്ലെങ്കിൽ നാം നിർഭാഗ്യവാന്മാരും അരിഷ്ടനും നഗ്നരും ഒന്നുമില്ലാത്തവരുമാകുന്നു, ഒരു പ്രയോജനവുമില്ലാത്തവർ. പൗലോസ് പറഞ്ഞു, എന്നിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ബലപ്പെടുത്തുന്നവൻ കാരണമാണ് ചെയ്യുന്നത്. ഞാൻ ബലഹീനനാണ്, അവൻ ബലവാനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതും. എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനികളും ഇതേ മനസ്സോടുകൂടിയായിരിക്കണം. കർത്താവ് വരാൻ പോവുകയാണ്. 7 സഭയിലെ അവസ്ഥ പോലെ തന്നെയാണ് നമ്മുടെ സഭകളും. 7 സഭയിലെ അവസ്ഥ പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളുമായിരിക്കുന്നത്. ഈ ദിവസം നമ്മുടെ അവസ്ഥ എന്താണെന്ന് നാം പരിശോധിക്കേണ്ടതായ ആവശ്യമുണ്ട്. കഷ്ടതയിലും വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുന്ന, പ്രാർത്ഥനയെ കാത്തുസൂക്ഷിക്കുന്നതായ അവസ്ഥയിലായിരിക്കുന്നുവോ? ബിലിയാമിന്റെ ഉപദേശത്തെ സ്വീകരിക്കുന്നവരാണോ? ഇസബേലിന്റെ വാഴ്ചയെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുന്നവരാണോ? ജീവനുള്ളവൻ എന്ന് പേര് മാത്രമുള്ള അവസ്ഥയിൽ ആയിരിക്കുന്നുവോ? ദൈവവചനം മുറുകെ പിടിക്കുന്നതായ അവസ്ഥയിലാണോ? അതോ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ പിടിച്ചുകൊണ്ട് ദൈവത്തെ മറക്കുന്ന അവസ്ഥയിലാണോ ജീവിക്കുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു, അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ഞാൻ പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവിത വളരെ വേഗത്തിൽ കടന്നു വരുന്നു. ക്രിസ്തീയ സഭയെ, ഞങ്ങളുടെ ചർച്ചിൽ സഭയെ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസികളെല്ലാം എന്തോ എന്ന് വിളി കേൾക്കും. എന്താണ്? സർവലൗകിക സഭയെ. നിങ്ങൾ ആ സഭയിലുണ്ടോ? സർവലൗകിക സഭയെ, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട സഭയെ, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന സഭയെ, അവന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണോ? ഒരുവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ എന്ന് വചനം പറയുന്നു. നമ്മുടെ കൂട്ടുവിശ്വാസികളെ നാം ബലപ്പെടുത്തേണ്ടതാണ്. അവന്റെ വരവ് സമീപമായിരിക്കുകയാണ്. അവൻ വേഗത്തിൽ വരാൻ പോകുന്നു. ഈ വചനം നാം വിശ്വസിക്കണം. ഒരാൾ മറ്റൊരാളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, മറ്റൊരാളെ ബലപ്പെടുത്തിക്കൊണ്ട്, മറ്റൊരാളെ ഉപദേശിച്ചുകൊണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. ഇവിടെ നോക്കുമ്പോൾ ഞങ്ങൾ ചിലർ മാത്രം സ്റ്റേജിൽ കയറി വചനം പ്രസംഗിച്ചു, നിങ്ങളെ നന്നാക്കിയെടുക്കുന്നു, ഞങ്ങളെല്ലാവരും വലിയ വലിയ ആളുകളാണ്, നിങ്ങൾ ചെറിയവരാണ് എന്നുള്ളതല്ല. ഇവിടെ നാം എല്ലാവരും ചേർന്നുകൊണ്ട്, ഒരാൾ മറ്റൊരാളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നാം ഐക്യതയോടുകൂടി ഒരുമിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുമിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഒരുക്കണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ സഭ. അവൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം, മറ്റുള്ളവരെയും ഒരുക്കാം. നീ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, നിന്റെ വീട്ടുകാരെ നീ ഒരുക്കുകയും ചെയ്യുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വന്നതായ ആളുകൾ വളരെ വിഷമത്തോട് പറഞ്ഞതായ വാക്കുകൾ, ഇത്ര നല്ലൊരു സഭയിൽ മദ്യപാനികൾ കാണുകയില്ല, അവിശ്വാസികൾ കാണില്ല,
എയ്ഡ്സ് രോഗികൾ കാണില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തിൻ്റെ വചനം ഇന്നലെ പ്രസംഗിച്ചത്. ഇന്നലെ വന്നവരും വിശ്വാസികൾ മാത്രമായിരുന്നു. എന്നാൽ അവർ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എൻ്റെ പിതാവ് മദ്യപാനി, എൻ്റെ ഭർത്താവ് എയ്ഡ്സ് രോഗിയാണ്, എൻ്റെ കുടുംബത്തിൽ ശാപമുണ്ട്, എൻ്റെ കുടുംബത്തിൽ പാപമുണ്ട്. അനേകം ആളുകൾ, 90% ആളുകളും മദ്യപാനികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിശാച് എല്ലാവരെയും പിടിച്ചിരിക്കുകയാണ്. വീട്ടിലെ സമാധാനം കെടുത്തുവാൻ വീട്ടിൽ ഒറ്റയൊരു മദ്യപാനി മതി. നീ ഒരുങ്ങുക, മറ്റുള്ളവരെയും നീ ഒരുക്കുക. നിർബന്ധത്തോടെ മാറ്റുവാൻ കഴിയുമായിരുന്നെങ്കിൽ യേശുവിൻ്റെ സുവിശേഷം നമുക്ക് ആവശ്യമില്ലായിരുന്നു. നീ പ്രാർത്ഥിക്കുക, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ആ വ്യക്തിയുടെ മനസ്സിനെ മാറ്റുവാൻ കഴിയുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് നീ സമർപ്പിക്കുക. സ്നേഹത്തോടെ അവനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടത്തുക. നീ വിശ്വസിക്കുന്ന വചനത്തെ പ്രസംഗിക്കുക. ആ വചനം അവനെയും അവളെയും വിടുവിക്കും. അവൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നു. നിനക്ക് ലഭിച്ചിരിക്കുന്നതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്റെ രക്ഷയെ നീ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുകയാണ്. അവൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ദയവ് ചെയ്ത് തലകളെ വണക്കുക, പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് അവൻ നിനക്ക് നൽകിയിരിക്കുന്നതായ നന്മകളെ കാത്തു സൂക്ഷിക്കുക. അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കൂ. വാഗ്ദത്തം നൽകി നിറവേറ്റുന്നതായ ദൈവം നമുക്കുണ്ടെന്ന് ഓർക്കുക. നിന്നെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവം, നിന്റെ ഇഷ്ടമനുസരിച്ച് നിന്നെ വിടാത്തവൻ, നിന്നെ കഴുകുന്നതിന് വേണ്ടി, തന്റെ സ്വരൂപത്തിലേക്ക് നിന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ സഞ്ചരിക്കുന്നു. മറികടന്നു പോകരുത്. ഇന്ന് നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണെങ്കിൽ, നീ അവന്റെ രക്തത്താൽ കഴുകപ്പെടാതിരുന്നാൽ ദൈവം നിന്നെ മറികടന്നു പോകും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല. മറ്റൊരവസരം നിനക്ക് ലഭിക്കാതിരുന്നേക്കാം. എന്നെ അഭിഷേകിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വായ് തുറന്നുകൊണ്ട് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ നീ വെക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏതു ഹൃദയത്തിൽ നിന്ന് ഏത് വേദനയാണ് വരുന്നത്, ഏത് പ്രാർത്ഥനയാണ് ഉയരുന്നത്, ഏത് അപേക്ഷയാണ് ഉയരുന്നത്, കാണുന്നതായ ദൈവമാകുന്നത് കൊണ്ട് ഞങ്ങളുടെ നിലവിളി കേട്ടുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ആരും നശിക്കുവാൻ ഇഷ്ടമില്ലാത്ത കർത്താവേ, നിന്റെ നാമം ധരിച്ചിരിക്കുന്നവരായ ഞങ്ങൾ, നിന്നെ അനുഗമിക്കുന്നവരായ ഞങ്ങൾ, നിന്നിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നവരായ ഞങ്ങൾ അഗ്നിയിൽ വീണുപോകാതെ, നരകത്തിൽ വീണുപോകാതെ, നിന്റെ വരവില് നിലവിളിക്കുന്നവരായിട്ട് മാറാതെ, തള്ളപ്പെട്ടവരുടെ കൂട്ടത്തില് ആയിപ്പോകാതെ മണവാട്ടി സഭയിലെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ശീതോഷ്ണമാന്റെ അവസ്ഥയിലേക്ക് വീണുപോയതായ ആളുകളോട് മനസ്സലിയണമേ. ധനമോഹത്തിൽപ്പെട്ട് ധനത്തെ ദൈവമായിട്ട് കാണുന്നതായ അനേകരോട് നീ ഇന്ന് ക്ഷമിക്കണമേ. എത്രയോ ആളുകൾ കർത്താവിനെ അറിയാതെ ജീവിക്കുന്നു. അവിടെ മുൻപിൽ സാക്ഷികളായിട്ട് കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരും തന്നെ ആ നിത്യ നരകത്തിലേക്ക് പോകാൻ പാടില്ലപ്പാ. കർത്താവേ, വചനം കേൾക്കുന്ന ആരും തന്നെ ആ നിത്യ നരകത്തിലേക്ക് പോകരുത്. നീ വരുമ്പോൾ ആരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതായ അവസ്ഥയിലേക്ക് വരുവാൻ പാടില്ല കർത്താവേ. ഞങ്ങളെല്ലാവരും നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങളിലേക്ക് പകർന്നുകൊണ്ട്, ഞങ്ങളുടെ തെറ്റുകളെ ബോധിപ്പിച്ചു തന്നുകൊണ്ട്, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകിക്കൊണ്ട്, നിന്റെ വരവിന് വേണ്ടി നീ വരുന്ന സമയം വരെയും വിശ്വസ്തയോടെ നിൽക്കുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും.
യേശുവേ 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 യേശുവേ